ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 2 റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന 2 ഐറ്റം റെസിപ്പിയുടെ വീഡിയോ ആണ്. ഇതൊരു ബെന്നിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ഓവണൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പപ്സിൻ്റെ റെസിപ്പിയും കൂടെ ചെയ്യുന്നുണ്ട്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പപ്സ് അല്ല കേട്ടോ, ഇത് ഹോം മെയ്ഡ് പപ്സിൻ്റെ റെസിപ്പിയാണ്. ഇതും നമുക്ക് ഓവണൊന്നും ആവശ്യമില്ല, ഈസിയായി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മുടെ പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഗീയും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സമൂസക്കൊക്കെ കുഴച്ചെടുക്കില്ലേ മാവ്, അതുപോലെ ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പച്ചവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചുടുവെള്ളം യൂസ് ചെയ്യരുത്. പച്ചവെള്ളത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ, അതിൻ്റെ ബേസൊക്കെ. അപ്പോൾ ഷുഗറും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതൊന്ന് കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പപ്സിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു സ്റ്റൈലിൽ തന്നെ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. വലിയ ഉള്ളി ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട, കുറച്ചൊരു വലിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലോണം കുഴഞ്ഞിട്ട് സോഫ്റ്റായിട്ട് വരണം. അതിൻ്റെ കൂടെ തന്നെ ഇതവിടെ എഗ്ഗൊക്കെ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ, നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മസാലപ്പൊടിയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എരിവിന് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. നമ്മൾ പച്ചമുളക് എരിവിന് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചമുളക് വളരെ കുറച്ചുള്ള ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചൊരു ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ മാവ് ഉണ്ടല്ലോ, ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് എത്ര എണ്ണമാണോ ആവശ്യമുള്ളത് അത്ര പപ്സിൻ്റെ ബോളുകളാക്കി ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. ഇനി പ്രസ്സിലൊന്ന് പരത്തിയിട്ട് പരത്തേണ്ടവർക്ക് പരത്തഞ്ഞ് ഡയറക്റ്റ് ബോളാക്കിയിട്ട് അങ്ങനെ പരത്തേണ്ടവർക്ക് അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാം. നമ്മൾ സമൂസ ഷീറ്റൊക്കെ പരത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ റൗണ്ടിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എഗ്ഗ് ഇത് അവിടെ ബോയിൽ ചെയ്തതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മടക്കുന്നത് നോക്കാം. ഇത് പരത്തിയത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മറ്റേ ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് മടക്കിയെടുക്കാൻ നല്ല ഈസി ആവും. പിന്നെ നമ്മുടെ മസാല കുറച്ച് സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക. എഗ്ഗ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യുക. ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് അതിങ്ങനെ ഒട്ടി നിൽക്കും. ഇനി ഇതാ ഇപ്പുറത്തെ സൈഡിലോട്ട് ഒന്നിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റേ ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മടക്കിയെടുക്കാനൊക്കെ നല്ല സുഖമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കുക. ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്നും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കിയതെന്ന്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമ്മൾ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പീസിൻ്റെ മുകളിലായിട്ട് മറ്റേ പീസ് വെച്ച് കൊടുക്കുക. പിന്നെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് മസാല ഇട്ടിട്ട് നമ്മുടെ എഗ്ഗ് വെച്ച് കൊടുക്കുക. അത് ഇനി ഒരു ഫുൾ എഗ്ഗ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ, കട്ട് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് സാധാരണ വെള്ളം മൈദ വെച്ചിട്ടൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ആ വെള്ളം അങ്ങ് വറ്റിപ്പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഒട്ടി നിൽക്കും കേട്ടോ, തിരിച്ചു വരുമൊന്നുമില്ല, അതുപോലെ കറക്റ്റായിട്ട് നിൽക്കും.
അപ്പോൾ അതാ സെക്കൻഡ് വണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കി എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എത്ര പഫ്സാണോ വേണ്ടത് അത്ര ബൗള് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് പരത്തി എടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതാ 2 പീസ് വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളത് 2 പീസ് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഒരു ഫുള്ളായിട്ട് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ 2 വെക്കുമ്പോഴും കണ്ടോ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇനി ഇത് ഓയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഷാലോ ഫ്രൈ പോലെ വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യേണ്ടവർക്ക് ബേക്ക് ചെയ്യുക. എന്ത് ചെയ്താലും ഇത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഓവണൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അത് ഷാലോ ഫ്രൈ ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിൽ കുറച്ചൊരു ഷുഗറൊക്കെ ഇട്ടത് കാരണം തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി മസാലയിൽ വേണമെങ്കിലും ചിലർ ഇതിൻ്റെ മസാല ഉള്ളി നമ്മൾ മസാല ചെയ്യില്ലേ അതിലും ചിലപ്പോൾ കുറച്ചിങ്ങനെ ഷുഗർ ഇട്ടിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഇഷ്ടമുള്ളവർക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പപ്സാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ ആ ഒരു സമയമാകുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കണ്ടോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന്. പുറത്തൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. ഉള്ളിൽ മസാലയും എഗ്ഗൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഈ ബെന്നിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആണ് കേട്ടോ. ഈ ബെന്നും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓവണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇഡ്ഡലി തട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ ഓവണൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ബെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു ഇതല്ലേ. ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ റെസിപ്പിയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാലില്ലേ, ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ സമൂസക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പം നല്ലോണം കുഴച്ചെടുത്താലുള്ളൂ കേട്ടോ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടുക. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിങ്ങ് പൊങ്ങി വരും, ഡബിളായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെല്ലുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഫില്ലിങ് നമ്മളെ ഇഷ്ടം, ഏത് ഫ്ലേവറിലുള്ള ഫില്ലിംഗ് ആണോ ഇഷ്ടം. ഈ സമൂസയുടെ കൂട്ട് വെച്ചാൽ പോലും ഇത് ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ചിലർക്ക് നല്ല ചീസി ആയിട്ടുള്ള ചീസൊക്കെ ഇട്ടിട്ട് ആ ഒരു ടൈപ്പിൽ ഉണ്ടാക്കാം. ക്രീം ടൈപ്പിലുള്ള ഫില്ലിംഗ് വേണമെങ്കിൽ ഉണ്ടാക്കാം. നോർമൽ നമ്മൾ സമൂസ അല്ലെങ്കിൽ ചിക്കൻ റോൾ അതിലൊക്കെയുള്ള ഫില്ലിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് കെച്ചപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടത്. അപ്പോൾ ആ ചിക്കനും ഒരു എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എഗ്ഗിൻ്റെ യെല്ലോ ഭയങ്കരമായിട്ട് ഇതിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മെല്ലെ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മസാലയിൽ കൂടുതൽ മിക്സ് ചെയ്ത് ഇങ്ങനെ ആ യെല്ലോ കളർ അങ്ങ് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇട്ടത് കാരണം നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇതിന്. ഇത് നോർമൽ ബെന്ന് ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ബെന്നിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങും കൂടെ ഞാൻ എക്സ്ട്രാ കൊടുത്തു എന്നുള്ളൂ. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നല്ലോണം കുറച്ച് കുഴക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര പീസാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇത് ശരിക്കും നമ്മളിങ്ങനെ ഇഡ്ഡലി തട്ടിലിട്ടത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ബെന്നായിട്ട് നമുക്ക് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ലിങ്ങും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പത്തിരി പ്രസ് ഇല്ലേ, ജസ്റ്റ് അതിൽ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്യുന്നില്ല, മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് പാത്രത്തിലെല്ലാം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചീസ് അല്ലെങ്കിൽ ക്രീം ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസൊക്കെ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ജസ്റ്റ് അതൊന്ന് ജോയിൻ ചെയ്ത് ഇതൊന്ന് ബൗളാക്കി മാറ്റുകയാണ്. കറക്റ്റ് ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. കറക്റ്റ് ബൗളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേതൊക്കെ ചെയ്തെടുക്കാം. ഇതാ കറക്റ്റ് ബോൾ പോലെ ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മസാല ഓരോന്നിലായിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാണേ. കാണുമ്പോൾ നമുക്കൊരു അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ ബൗളായിട്ട് കിട്ടുമോ ഒക്കെ ഒരു സംശയം തോന്നും. ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമേ. നമ്മൾ മസാല നിറക്കാതെ വെറുതെ ഇങ്ങനെ ബൗളായിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ബെന്നില്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത്, അതുപോലെ തന്നെ കിട്ടും. അപ്പം ഇനി ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ ബട്ടറോ അല്ലെങ്കിൽ പിന്നെ ഗീയോ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ രസമായിരിക്കും. ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൗളുകൾ ഇങ്ങനെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് അടിയിൽ പിടിക്കുകയൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കുക്കായി കഴിഞ്ഞാലും പിടിക്കുകയൊന്നുമില്ല, ഈസി ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ബട്ടർ തടവി കൊടുക്കുകയാണ്. ഇത് ഗീ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ടർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഗീ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇനി ഒന്നും കൂടെ ഒന്ന് കളർ യെല്ലോയിഷ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒരു യെല്ലോ കളർ കിട്ടും. ഇനി ഇതാ ഒരു നമ്മുടെ പാത്രത്തിൽ, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാത്രത്തിൽ റിങ് ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കണ്ടാണ് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ അടുത്തായപ്പോഴേക്കും നമ്മുടെ ബെന്നൊക്കെ നല്ല പൊങ്ങി വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് ബട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയിൻ ബെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഉള്ളിൽ ക്രീം, ചീസ് അങ്ങനെയൊക്കെയുള്ള ബെന്നുകൾ ഉണ്ടാക്കാം. ഇതുപോലെ മസാല ബെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാം. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് നല്ല ചൂടുണ്ട്, ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മുടെ അടിയിൽ ബട്ടറൊക്കെ തേച്ചത് കാരണം. അപ്പോൾ നമ്മുടെ ബെൻ ഫില്ലിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല സോഫ്റ്റാണ്, തൊടുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഞാൻ ഉള്ളിലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല ചൂടുണ്ട്. നമ്മുടെ മസാലയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡും ബെന്നും ഒന്നും മേടിക്കാം, ഓടി ഇപ്പോൾ പൂവൊന്നും വേണ്ട. നമുക്കിതുപോലെ ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളും റെസിപ്പികളും വ്ളോഗുകളും എല്ലാമായിട്ട് ഞാൻ ഇനിയും വരും. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.